ഗായ്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 73 റിയാക്ഷനാണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. ശരത്ത് വരാൻ കാത്തിരിക്കാത്തവർ ഉണ്ടോ? കാത്തിരിക്കാത്തവരാ? കാത്തിരിക്കുന്നവരുണ്ടോ എന്നല്ലേ ചോദിക്കണ്ടേ? തെറ്റെറ്റിയായിരിക്കില്ലേ? ശരി. ഡാൻസിൽ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആര് കണ്ടു? ഒരു കലാതിലകമായാലോ, കാവ്യമാധവനെ പോലെയോ, മഞ്ജു വാര്യരെ പോലെയോ, നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമയിൽ കയറി വരും. ചേട്ടാ, എന്നെ ഡാൻസ് പഠിപ്പിക്കാമോ? ഫീസ് തരാം. ഓക്കേടാ, പഠിപ്പിക്കാട്ടാ. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോ എനിക്ക് ഐഫോൺ സർപ്രൈസ് കിട്ടിന്ന് കണ്ട. അനുഗ്രഹം കണ്ട. ചേട്ടനെ സബ് ചെയ്തപ്പോ എനിക്ക് ബെസ്റ്റിനെ കിട്ടിന്ന് കണ്ട. ചാനൽ സബ് ചെയ്തപ്പോ ഒന്നും കിട്ടിയില്ല, പക്ഷെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ അച്ഛൻ ലാപ്ടോപ്പ് തന്നു കണ്ട. അനുഗ്രഹങ്ങൾ കണ്ട. യു ലുക്ക് ലൈക്ക് എ സൂപ്പർ സ്റ്റാർ. വീഡിയോ കണ്ടു തുടങ്ങി പിന്നെ നിർത്താൻ പറ്റുന്നില്ല. നിർത്തരുത്. വീഡിയോ കാണുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് ഇനിയും വീഡിയോ ഇടണം. നോക്കാതെ ചെയ്തിരിക്കും. വൈകിപ്പോയി ബ്രോ നിന്നെ കണ്ടെത്താൻ. ഇല്ലോളം താമയിച്ചാലും വന്നല്ലേ. ക്യാപ്പ് വെച്ചപ്പോ മൊഞ്ചനായല്ലോ. അപ്പൊ ക്യാപ്പില്ലാണ്ട് മൊഞ്ചില്ലേ? തന്റെ അവതരണം സൂപ്പറാ. എനിക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ. ഇത് എന്തിനാ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത്? എന്നാലും പറഞ്ഞോട്ടാ, ഞാൻ വെറുതെ പറയുന്നത്. എല്ലാവരും പറഞ്ഞോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് ഒരു കല്യാണം കൂടി കഴിച്ചോളാൻ പറഞ്ഞു. ഐ എം ഹാപ്പി. ഇത് അസുഖം വേറെയാ. എന്റെ കസിൻസ് ചോദിക്കും നീ ബിഗ് ബോസ് അഡിക്റ്റ് ആയോന്ന്. അപ്പൊ ഞാൻ പറയും ഞാൻ ശരത്ത് ചേട്ടന്റെ വീഡിയോക്ക് അഡിക്റ്റ് ആയിന്ന്. ശരിക്കും സത്യം. ഓ, ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ശരത്തേട്ടൻ റിയാക്ട് ചെയ്യാത്ത ബിഗ് ബോസ് എപ്പിസോഡ്. എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ മക്കളെ. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് വന്ന കമന്റ്സ്. എല്ലാം വായിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, കുറെ വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത്. നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വ്യത്യസ്തമായ കമന്റുകൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. എല്ലാവരും ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. സംസാരിച്ചധികം സമയം കളയുന്നില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന കയ്യടിയാണ്. അപ്പൊ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് ഞാൻ. ലാലേട്ടന്റെ താടി എന്താ തിളങ്ങണേ? ഞാനൊരു നടനായി മാറുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പൊ ലാലേട്ടന്റെ ഒരു സ്പീച്ച് പോലത്തെ ഒരു സംഭവം, ബാക്കിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. കട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്നാലും ഇവരെ സമ്മതിക്കണം. ആരെയെന്നല്ലേ, ഓഡിയൻസിന് ലാലേട്ടൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് അവിടെ ഇരുന്ന് ഡയലോഗ് പറഞ്ഞിട്ടും ഇവർക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ലല്ലോ. എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നു, ലാലേട്ടൻ മാത്രം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഇതെന്താണിത്? എന്താ ലാലേട്ടനെ വിക്റ്റാക്കിയാ? എന്തെങ്കിലും ബയോളജിക്കൽ രീതിയിൽ അതിനെ പിന്നെ ലാലേട്ടന്റെ ബിഗ് ബോസ് ജേർണി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ലാലേട്ടൻ ഒടിയതിനു ശേഷമുള്ള ലാലേട്ടന്റെ ഫേസിലെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഈ ഓരോ സീസൺ എടുത്ത് നോക്കുമ്പോഴും കാണാൻ പറ്റും. സന്തോഷം, ഒരു സുഖം. എന്റെ പിള്ളേരെ നീ തല്ലുവല്ലടാ. അങ്ങനെ ഓരോ സീസണിലെ കുറെ ക്ലിപ്പുകളും ലാലേട്ടന്റെ കുറെ ചിരികളും എക്സ്പ്രഷനുകളും അത് ഇതൊക്കെ ആയിട്ട് കാണിച്ചു. അതിലൊന്നും നമുക്കൊന്നും പറയാനില്ലടേ. ഞാൻ പറഞ്ഞില്ലേ ലാലേട്ടനെ വിക്റ്റാക്കി പുതിയ ആങ്കർ വന്നു. അവിടെ വേറെ ഇരിക്കുമല്ലോ, അതാര്? ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. അല്ല, നമ്മുടെ എഞ്ചിനീയർ ദാസ് അല്ലേ? ഇവിടെ പെട്ടെന്ന് ലാലേട്ടൻ ബി ലൈക്ക് ഇവിടെ സീസൺ 1 പറഞ്ഞു വിട്ടതാണല്ലോ, പിന്നെന്താ വലിഞ്ഞു കയറി വന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും കാണാറുണ്ടോ? എന്റെ സീസണിലെ 2 പേരോട് വന്നു. എന്നെ വിളിക്കാത്തപ്പോ ഞാൻ വിളിച്ചു ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് ആരും വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും. എനിക്ക് പറഞ്ഞാൽ വലിഞ്ഞു കയറി വന്നു. അത് ഇത്രയും ഭംഗിയിൽ വേറെ ആർക്കും പറയാൻ പറ്റില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. വേറൊരു സംഭവം ഉണ്ട്. സാധാരണ ഇങ്ങനത്തെ ദിവസമൊക്കെ നമ്മുടെ ആര്യ പെടായി ആണ് ആങ്കർ ആയിട്ട് വരാറ്. സിബിന്റെ ഇഷ്യൂ കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്തവണ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നത്. അല്ലേ, നല്ലൊരു കഴിയ അവിടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. കണ്ട, ഇവരിതുവരെ പഠിച്ചില്ലേ? പറഞ്ഞടിപ്പിക്കണം കയ്യടി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങയിൽ നിന്ന് പഠിച്ചു. എഞ്ചിനീയർ ബി ലൈക്ക് എന്റെ പൊന്നു ലാലേട്ടൻ ഇങ്ങനെ പുകഴ്ത്തല്ലേ. ഇതിലെങ്കിലും ഞാൻ ലാലേട്ടന്റെ ഗുരുവായിട്ട് ആക്കി പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ. ലെഫ്റ്റനന്റ് കേണൽ എന്ന ആദരവും ഒക്കെ ലഭിച്ച നമ്മളുടെ ലാലേട്ടനാണ്. അതുകൊണ്ട് ലാലേട്ടന്റെ പിറന്നാള് ബിഗ് ബോസ് ലാലേട്ടൻ ബി ലൈക്ക് നിർത്തോ. 6ാമത്തെ സീസണിൽ എത്തി നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു ഒരു എന്താ തോന്നുന്നത്, ഹൈലൈറ്റ് എന്ന് പറയുന്നതും എന്നും ലാലേട്ടൻ തന്നെയാണ്. ഹൈലൈറ്റ് വീക്കെൻഡ് എപ്പിസോഡാണെന്ന്. ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ്സ് കാണാനാണ് ഏറ്റവും. അതെ, അല്ലാണ്ട് കണ്ടസ്റ്റൻസ് വലിയ കണ്ടന്റ് ഒന്നും കൊടുക്കള്ള. ലാലേട്ടൻ വരുമ്പോഴാണ് ഇത്തിരി കണ്ടന്റ് കിട്ടണേ. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് അതും ഇല്ല. നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? മാറ്റി പിടിക്കണ്ട്. Be seated. Are you okay with that?
ലാലേട്ടൻ ബി ലൈക്ക് ഓഫ് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ എന്നും വന്ന് ഇങ്ങനെ നിന്ന് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞ് എനിക്ക് ബോറടിച്ച് ഞാനൊന്നും ഇവിടെ ഇരിക്കട്ടെ. ഞാൻ കുറെ വർഷങ്ങളായി ആലപിച്ച് നിരവധി അവാർഡ്സ് നേടിയെടുത്തു. ദേവദൂതനിലെ അലീന അലീന എന്ന പാട്ടിൽ തുടങ്ങി ഒരുപാട് ലാലേട്ടൻ ചിത്രങ്ങളിലെ പാട്ടിന് ചുണ്ടനക്കാൻ വരുന്നു നമ്മുടെ അനുഗ്രഹീത ഗായകൻ വിജയ് യേശുദാസ്. അത് കഴിഞ്ഞ് വിജയ് യേശുദാസിന്റെ പാട്ടായിരുന്നു. അതിൽ നമുക്കൊന്നും പറയാനില്ലടേ, എന്ത് പറയാനായില്. പുള്ളി പാട്ട് പാടുന്നു, ലാലേട്ടൻ ആ ഓർമ്മകളിലേക്ക് പോകുന്നു. ഓഡിയൻസ് ഇതാരാ? ബൈ ദ ബൈ, ഈ ഓഡിയൻസ് കൈയടിക്കാത്തതുകൊണ്ടാണോ ഫേക്ക് കൈയടിയിട്ട് കൊടുക്കുന്നത്? വിസിലടിയൊക്കെ കേൾക്കണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. പുറകോട്ട് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ അതവന്റെ അല്ല. ഒന്ന് തിരിഞ്ഞു ഞാൻ നോക്കാറേ ഇല്ല. പൊന്നു രഞ്ജിനി, ലാലേട്ടൻ തിരിഞ്ഞു നോക്കാറില്ല, നേരെ നോക്കാറില്ല. നീ ബാക്കി പറ. വിജയ് യേശുദാസ് പറയണ അതാണ് ലാലേട്ടന്റെ സീക്രട്ട്. പഴയ കാര്യം ഒന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ച് എനർജി കളയാറില്ല. അപ്പൊ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വരുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക എല്ലാവരും. താങ്ക് യു മനെ, താങ്ക് യു വെരി മച്ച്. ഇനി ലാലേട്ടന്റെ പുകഴ്ത്തലും രഞ്ജിനിയുടെ വെറുപ്പിക്കലും ഒക്കെ ആയിട്ട് കുറെ നേരം അങ്ങനെ പോയി. ഈ ഒരു വേദിയിൽ ലാലേട്ടന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ ബിഗ് ബോസ് ഷോ മാറി ഏഷ്യാനെറ്റ് ഫിലിം അവാർഡാണോ ഞാൻ വെച്ചതെന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിന്റെ ഹെഡും ടൈലും ഒക്കെ വന്നിട്ട് ലാലേട്ടൻ ഇങ്ങനെ പുകഴ്ത്തി. അതേപോലെ രഞ്ജിനി ചോദിച്ചു, ലാലേട്ടൻ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോക്ക് യെസ് പറഞ്ഞത്? എന്തായിരുന്നു അതിന്റെ പ്രചോദനം? ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. 5-6 കൊല്ലത്തെ എഗ്രിമെന്റ് ഒപ്പിടിച്ചവന്മാര് പൈസയും തന്നു. ഇത് ഇങ്ങനെ ഒരു കുറിച്ചാവും ഞാൻ വിചാരിച്ചില്ല രഞ്ജിനി. ഷോ തന്നെയാണ് അതിന്റെ കാരണം എന്ന് ലാലേട്ടന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ലാലേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്. This is something very new. It's like doing a magic. ബിഗ് ബോസ് ഒരു മാജിക് ഒക്കെ ആയിരുന്ന കൊള്ളാം. എന്തായാലും സ്ത്രീകളൊക്കെ ഓടി എന്ന് പറയും, ആ കുട്ടിയെ പറഞ്ഞയക്കണം, അവള് ഭയങ്കര സാധനമാണ്. നല്ല ആരായിരിക്കും എയർപോർട്ടിലെ ചേച്ചി ഇറക്കി വിടാൻ പറഞ്ഞ ആ കുട്ടി? എന്തായാലും പെൺകുട്ടിയാണ്, ആൺകുട്ടിയല്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഡിസിഷനും ഇല്ല. എനിക്ക് എന്തെങ്കിലും പറയാന്നുള്ള. അത് ലാലേട്ടൻ പറഞ്ഞത് ശരിയാ. ലാലേട്ടന് ഒരു ഡിസിഷൻ പവർ ഇല്ലാന്ന് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് മനസ്സിലായത്. സർപ്രൈസസ് തീരുന്നില്ല, ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്താണാവോ? ശരി, ഇതാണ് സർപ്രൈസ്. കൊറേ വിശ്വസ്. തിരുവനന്തപുരം, കൊച്ചിയും കാസർഗോഡും എല്ലാരും ഉണ്ടല്ലോ. ഐ ലവ് യു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ബർത്ത്ഡേ കേക്ക് ഈസ് റെഡി ആൻഡ് വരൂ, നമുക്ക് ഇനി കേക്ക് മുറിക്കാം. ഡിബിളാണോ? യു വാണ്ട് ടു ട്രൈ? അയ്യപ്പ രഞ്ജിനി, ഞങ്ങളുടെ സ്റ്റാർ ആണ് ലാലേട്ടൻ. ലാലേട്ടനായ സ്റ്റാറിന് ഞാൻ ഈ സ്റ്റാർ തന്നിരുന്നു. ഇത് എഡിബിളാണോ? എഡിബിൾ തന്നെ മോളെ. കലാവിരുന്നുകൾ ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. ഇനി എന്തോ കലാവിരുന്നൊക്കെ ഉണ്ടെന്നാണ് കേൾക്കണേ. നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? എപ്പിസോഡ് തുടങ്ങി ഇപ്പോഴാണ് ഇതൊരു ബിഗ് ബോസ് വീടാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്ര നേരം വിചാരിച്ചത് ഏഷ്യാനെറ്റിന്റെ ഫിലിം ഫെയർ അവാർഡാണ്. എന്തുവാടേ ഇത്? ഒരു അമ്മ പറ്റ മക്കളാ. എന്തുവാണ് ടീഷർട്ടില്? സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കി ഒരു നൃത്താവിഷ്കാരം. ഓക്കെ, നൃത്ത ആവിഷ്കാരം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഒരുപാട് നാളായി നല്ലൊരു നൃത്തം ആസ്വദിച്ചിട്ട്. നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം. ആരൊക്കെയാണ്? എല്ലാരും ഉണ്ടോ? എല്ലാരും അമരഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയുമാഷാ സല്ലാപം അലതീരം അതിലമൃത്. അയ്യോ, എനിക്കിത് കാട്ടേ. പെയ്യുമീ ഏഴാം യാം എനിക്കിത് കാണണ്ട. അറിയാതെ അറിയാതെ
എടാ പട്ടി ബിഗ് ബോസ് നിനക്ക് വേറെ ആരെങ്കിലും ഉണ്ടോടാ പേരാക്കാൻ? ഇവരെ കണ്ടോളൂടാ. തിങ്കളറിയാതെ കഴിഞ്ഞു. സിംഗിള് കളിച്ചു, എന്തോരം മെണിയും കളിച്ചു. ഇവനെന്തിനാ മുടിയൊക്കെ ഇരണേ? വന്നവൻ എന്റെ മനസ്സമാധാനം പോയി. മാറ്റി മാറ്റി. വേണ്ട, നീ നുള്ളി എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. വേണ്ട. കഴിഞ്ഞു എന്റെ ദൈവമേ. ഭാഗ്യം, അൻസിബ വന്നു, നല്ല കാര്യം. ആഹാ, അൻസിബയുടെ പേരൊക്കെ ജിൻഡോ ചേട്ടൻ. എന്തോ ജിൻഡോ ചേട്ടൻ പാവാടിയാണ് ഇട്ടാണ്. എന്തിനു വെറുതെ നനയുവതി നീ തങ്ക നിലാവഴകി. ഇതാര്? പാവങ്ങളെല്ലാം കിടിലം സാരിയും കിടിലം കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നതാ. അതിന്റെ മുകളിലൊരു പരട്ട ടീഷർട്ട് ഇട്ട് കൊടുത്ത്. എന്താ അവസ്ഥയാണല്ലേ. ഡാൻസ് അറിയാത്ത ഇവരൊക്കെ എന്തിനാ ഡാൻസ് കളിപ്പിക്കുന്നത്? ദേ പിന്റെയും ജിൻഡോ ചേട്ടൻ. അതെവിടെ നിന്ന് വന്നപ്പ? എന്താ അഭിഷേക സൈക്കിൾ ഔട്ടാണ്? അഭിഷേക എന്താ പറ്റുമോനെ നിനക്ക്? നീ കാര്യം പറ. ഓ, ഈ സ്റ്റെപ്പ് മാത്രം ആരും പറഞ്ഞു കൊടുക്കട്ടെ, കറക്റ്റ് ചെയ്യും. മച്ചാനൊരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ എന്റെ മച്ചാന്. പിന്നെ ശ്രീതു ആണോ? ഭാഗ്യം, അപ്സര. ഈ ചക്കയാണ് ഉദ്ദേശിച്ചേ? അല്ലല്ലോ. ഓക്കെ. ബൈ ദ ബൈ, ജാസ്മിൻ എന്താ വരാത്തെ? കറക്റ്റ് പാട്ട്. ഹായ്, നല്ല ഡാൻസ്. ജിൻഡോ ചേട്ടൻ എന്താ ഒഴിവാക്കിയേ? എന്താ മക്കളെ തലവേദന എടുക്കണ്ടോ? കല്യാണ കച്ചേരി പോരും നോടി. ഋഷിയുടെ സിംഗിൾ ഡാൻസ് ആണ്. സിനിമകളെപ്പറ്റി ചില ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട്.
അതിനുശേഷം ലാലേട്ടന്റെ ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റി അവിടുത്തെ ഓരോ മത്സരാർത്ഥികളും റിവ്യൂ പറയുന്ന പ്രക്രിയയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഞാൻ രാവണപ്രഭുവിലെ ഡയലോഗാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആദ്യം പറഞ്ഞത് നമ്മുടെ അഭിഷേകായിരുന്നു. അഭിഷേകിന് ഇഷ്ടപ്പെട്ട സിനിമയാണ് രാവണപ്രഭു. ഭയങ്കരമായിട്ടൊരു സ്നേഹബന്ധമുണ്ട് അച്ഛനും മകനുമായിട്ട്. ലാലേട്ടൻ പറയാണ് ആ സിനിമയിൽ ഒരു അച്ഛൻ മകൻ റിലേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് വിജയിച്ചത്. അങ്ങനത്തെ ഫാക്ടേഴ്സ് വരുമ്പോഴാണ് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് പടം വിജയിക്കുന്നത്. ആ സിനിമകളുടെ വിജയത്തിന് ആ സ്നേഹം എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അല്ല ചുമ്മാ ഒരു സിനിമ ഓടില്ല. അല്ല ലാലേട്ടാ, ഈ ഫാക്ടേഴ്സ് ഒന്നും ഇപ്പോഴത്തെ സിനിമയിൽ കാണാനില്ലല്ലോ. ചികിത്സ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ അടിച്ചു തകർക്കുന്ന സീൻ. ഹോസ്പിറ്റലിൽ അടിച്ചു പൊളിക്കുന്നത് അടിപൊളിയായിരുന്നല്ലേ. അതൊക്കെ സിനിമയിൽ മതി, ജീവിതത്തിൽ വേണ്ട. പോയി കണ്ട ഒരു മൂവിയാണ് നേര്. ഓ നേര്. കരിയറും പ്രതീക്ഷകളും തകർന്നു പോയി ആര് നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ നോറയുടെ ജീവിതകഥയായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിട്ടല്ലേ ഈ നേര് സിനിമ പറഞ്ഞേ. എക്കാലത്തെയും ക്ലാസിക് റൊമാൻറ്റിക് മൂവി അൻസിബയുടെ എന്നിട്ട് ഇത്ര പറയാനുള്ള ദൃശ്യം ആയിട്ടുള്ള തൂവാനത്തുമ്പികൾ അല്ലേ? തൂവാനത്തുമ്പികളാ. നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ലാലിന്റെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട തൂവാനത്തുമ്പിയുള്ള തൃശ്ശൂർ ഭാഷ വളരെ ബോറാണ്. രാധ എന്നുള്ള തന്റെയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയിലാണ് ക്ലാരയെ കണ്ടുമുട്ടുന്നതും. അല്ല, ഈ സ്റ്റോറി നമ്മുടെ ജാസ്മിന്റെ കഥയായിട്ട് നല്ല ബന്ധമില്ലേ? ഒരു 100 പ്രാവശ്യം അല്ലെങ്കിൽ 200 500 പ്രാവശ്യം കണ്ട ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അതിച്ചിരി കൂടുതലല്ലേ? 500 ഓരോ തവണ കണ്ടപ്പോഴും എഴുതി വെച്ചത് എങ്ങനെയാണോ കണക്കൂട്ടിയത്? അത്തരം ചില സിനിമകൾ ഒരിക്കൽ മാത്രമല്ല. പപ്പേട്ടൻ ഞാനൊക്കെ വെട്ടം സിനിമയൊക്കെ എത്ര തവണ കണ്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 500 എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ കറക്റ്റ് 500 ആയെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും ആവട്ടെ, ലാലേട്ടൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു. ഫേവറേറ്റ് മൂവി അക്കരെ അക്കരെയാണ്. അപ്പൊ ലാലേട്ടൻ അപ്പൊ നമ്മുടെ ഋഷിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്നറിയോ? അക്കരെ അക്കരെ അക്കരെ. ഫോറിനർ ആയിട്ട് we are Negroes, we like to wash clothes, we like Indians are അത് കൊള്ളാം ഋഷി, എനിക്കിഷ്ടം. BA ഫസ്റ്റ് ക്ലാസ് ലാലേട്ടൻ. പിന്നെ അതിനെ അല്ല, എന്റെ സംശയം വേറൊന്നുമല്ല, ഈ സിനിമയുടെ ഒക്കെ കഥ ലാലേട്ടനും അറിയാം ഞങ്ങൾക്കും അറിയാം, പിന്നെ എന്തിനാണ് പിന്നെ അതിന്റെ കഥ പറയുന്നത്? അങ്ങനെ സീക്വലായിട്ട് വരുന്ന സിനിമകളൊക്കെ അത്യപൂർവമായി സക്സസ്ഫുൾ ആയിട്ട് മാറാറുള്ളൂ. എന്റെ പൊന്നു ലാലേട്ട, അറം പറ്റണ വാക്കൊന്നും പറയല്ലേ. എമ്പുരാൻ സീക്വല. ബ്ലാക്ക് ഹ്യൂമറാണ് ആ സിനിമയിലൊക്കെ ഉള്ളത്. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബ്ലാക്ക് ഹ്യൂമറോ? അതെന്തോന്ന് സാധനം? അത് ഈ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ വരുന്നത് യോധ സിനിമയാണ്. അതിനകത്ത് മറ്റേ യോധ ഇഷ്ടപ്പെട്ടെ ലാലേട്ടന്റെ 2 നടിമാരുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻ ആണെങ്കിലും ഇതെന്തുവാ ലാലേട്ടന്റെ സിനിമ റിവ്യൂ ചെയ്യണ? ഗോൾഡൻ ചൈൽഡ് എന്നുള്ള എഡി മഫിയുടെ ഒരു സിനിമയുടെ ഒരു ബേസ് എടുത്തിട്ടാണ് ആ സിനിമ ഇരിക്കുന്നത്. അയ്യ ലാലേട്ടൻ, ഞങ്ങൾ അതിന്റെ ബേസ് എന്നല്ല പറയാം, ഞങ്ങൾ കോപ്പി. ഓഡീഷന് പോകുമ്പോൾ തൊട്ട് മുമ്പ് പുറത്ത് നിന്ന് ഫോണിൽ കയറി ഫസ്റ്റ് നോക്കുന്ന മൂവി തന്മാത്രയായിരിക്കും. എന്നാൽ ഈ ഓഡിഷന് കയറുന്നതിന് മുമ്പ് ഒരു 2.5 മണിക്കൂർ സിനിമ കണ്ടു നിൽക്കുന്ന അർജുനെ നമ്മൾ സമ്മതിച്ചേ പറ്റും. നിരഞ്ജൻ അത് സായിക്ക് ഇഷ്ടപ്പെട്ട സിനിമ സമ്മറിൻ ബദ്ലേഹമാണ്. അതിലെ നിരഞ്ജൻ എന്ന കഥാപാത്രത്തെയാണ് സായിക്ക് ഇഷ്ടം. ആ കൈയിന്റെ ക്ലോസ് ഞാൻ സത്യം ഓ റിവ്യൂ പറയുന്നോണ്ടായിരിക്കും കൈയുടെ ക്ലോസ് എന്നൊക്കെ. എന്റെ മോനെ, അത് ലാലേട്ടനല്ല, അവരെ ക്യാമറ വയ്ക്കണേ. അന്ന് ആ പടം ഫസ്റ്റ് കണ്ട സമയത്ത് അത് കണ്ട് കിളി പോയി. സായി ആ സിനിമ ഇറങ്ങിയത് 1998 ഒരു 5-6 വയസ്സൊക്കെ ആയപ്പോഴേക്കും നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്ന? പിന്നെ അതിനുശേഷം ഇത് റീവാച്ച് ചെയ്യാൻ എപ്പോ ഇരുന്നാലും എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ലാലേട്ടന് ആകാ സിനിമയിൽ 5 മിനിറ്റ് കണ്ടുള്ളൂ, അതുപോലെ നിനക്ക് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. നീ ഇടുക്കും കാണൂല. അത് സുരേഷ് ഗോപിയുടെ സീനായോണ്ടാണ് നിനക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത. കംപ്ലീറ്റ് ചെയ്യാതെ ഞാനത് തുടങ്ങി ഒരു മൊമെന്റ് എത്തുമ്പോൾ ഞാനത് എന്ത് ചെയ്യും? അത് വേറൊന്നല്ല, സായി ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുമ്പോ അടുത്ത വീഡിയോ എടുക്കാൻ പോകും, പിന്നെ എങ്ങനെ സിനിമ കണ്ടിരും? ഓക്കെ, അങ്ങനെ പോരും. അപ്പൊ അത് ആ ഒരു എനിക്ക് മനസ്സിലാവാത്തത് എന്താ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത. ലാലേട്ടന് ആകെ 5 മിനിറ്റ് ഉള്ളൂ. ലാലേട്ടനെ കാണണമെന്നുള്ളവര് ആ ലാലേട്ടന്റെ പോർഷൻ എടുത്ത് 5 മിനിറ്റ് പോലും നിനക്ക് അത് കണ്ടിരിക്കാൻ പറ്റുള്ളൂ. സായി എന്ത് തള്ളാടേ? തളവട്ടോ കരഞ്ഞ് 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 എന്റെ കരച്ചിൽ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിർത്തിയ. ഉഷടാ, താളവട്ടമാണോ? എന്നിട്ട് എത്ര നേരം എടുത്ത് കരച്ചിൽ മാറാൻ? വൺ ഫ്ലൂ ഓഫ് ദ കുക്കൂസ് നെസ്റ്റ് എന്ന ഒരു വലിയ ഫേമസ് ഫിലിമുണ്ട്. അതും കോപ്പിയാണ് സ്വാഭാവികം. പെട്ടെന്ന് വന്നത് ലൂസിഫർ ആണ്. കാരണം ലൂസിഫറാ എപ്പോഴും വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് ഡൗൺ ആയി പോകുന്ന സമയത്ത് സത്യം അതെന്തിനാ നീ ഡൗൺ ആയിരിക്കുമ്പോ ലൂസിഫർ ഇരുന്ന് കാണുന്ന സമയത്ത് ഫാൻസിന്റെ ഒരു കയ്യടിയും നമുക്ക് കിട്ടുന്ന ഒരു രോമാഞ്ചമൊക്കെ ഉണ്ട്. തിയേറ്റർ പ്രിന്റ് ഇരുന്ന് കാണുമ്പോ രോമാഞ്ചം വരുന്നു. പോയ സിജ വെറുതെ തള്ളാണ്ട്. ആ സിനിമ ഇറങ്ങിയപ്പോ ഓക്കെ, ഒരു 20 തവണയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രോമാഞ്ചം വരും. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് വരാറില്ല കേട്ടോ. May 21 എന്തായാലും എമ്പുരാന്റെ ഒരു അപ്ഡേറ്റ് വരും. അപ്പൊ സിജോയ്ക്കാണ് എമ്പുരാന്റെയും ബറോസിന്റെ ഒക്കെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുതരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. എമ്പുരാന്റെ അപ്ഡേറ്റ് വന്നു. തോക്കിന് നടക്ക് ഇങ്ങനെ ബ്ലാക്ക് ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കണ ലാലേട്ടൻ എന്താവും എന്താ? ഈ വർഷം റിലീസ് ആകാനാണ്. അപ്പൊ ലാലേട്ടൻ ഒരു സുപ്രധാന അപ്ഡേറ്റ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, എമ്പുരാൻ ഈ വർഷം ഡിസംബറിൽ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിൽ റിലീസ് ഉണ്ടാവുന്നു. ബറോസ് എന്ന സിനിമ സെപ്റ്റംബർ 12 ബാറോസ് സെപ്റ്റംബർ 12. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വിധിയെ നമുക്ക് തടുക്കാൻ പറ്റില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന സിനിമ കമലദളാണ്.
പക്ഷെ കമലതളാ എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും അപ്സര സൗണ്ടിന് എന്ത് പറ്റി? കൊതി തോന്നുന്ന രീതിയിലാണ് ലാലേട്ടൻ അതിൽ ചെയ്തിട്ടുള്ളത്. എന്റെ സംശയമല്ലേ, ഇവരൊക്കെ ഈ സിനിമ ടിവിയിലല്ലേ കണ്ടിട്ടുള്ളൂ, എന്നിട്ട് ഇവർക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് എങ്ങനെ പോയാലും ചെറുപ്പത്തിലായിരിക്കും ഈ സിനിമ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ഓർത്തിരിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. തുടങ്ങിയ കാലം മുതൽ തന്നെ ലാലേട്ടന്റെ ബർത്ത്ഡേ വിഷയമാണ് ഒരു ഇപ്പൊ ജിൻഡോ ആദ്യം പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഞാൻ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ലാലേട്ടന് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്യാറുണ്ട്. നേരിട്ട് പറഞ്ഞത് വലിയൊരു കാര്യമാണ്, സത്യമാണ്. ലാലേട്ടൻ ഫാൻസിന് വലിയൊരു കാര്യമാണ്. ഇറങ്ങിയ കൊടക്കെ തിരിഞ്ഞു വന്നിട്ട് പറയുന്ന സീനുണ്ട്, ശംഭോ മഹാദേവ. ജിൻഡോ ചേട്ടൻ 6-ാം തമ്പുരാൻ സിനിമയുടെ ഫുള്ള് സ്ക്രിപ്റ്റ് പറഞ്ഞു. കാവിലെ ദേവി പ്രത്യക്ഷപ്പെട്ടതാണോ ഇതൊക്കെ ഒന്നും നമുക്ക് ഇയാള് ലാലേട്ടൻ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പിടുത്തമുണ്ട്. അങ്ങനെ പറ. അപ്പൊ അതിന്നാണ് ജിൻഡോന്റെ മറ്റേ സ്റ്റെപ്പ് കിട്ടിയത്. അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ നീ പെരുകിച്ചു. ദർബാർ രാഗത്തിൽ കീച്ച് കീച്ച് എന്നൊക്കെ ഫുള്ള് ഡയലോഗ് പറയണ ജിൻഡപ്പൻ. എനിക്ക് ജില്ലാ മൂവി എനിക്കിപ്പോ തോന്നിനെ. ജില്ല അതാണ് എത്ര സൂപ്പർ സിനിമയായിട്ട് ഓർത്തിരിക്കാൻ പറ്റിയ സിനിമ. എതിർപ്പാർത്തതാണ് ഇരുവർ ശേഷം വന്നിട്ട് ജില്ല 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 കൂട്ടായിട്ട് തോന്നിയൊരു മൂവിയാണ് രസതന്ത്രം. രസതന്ത്ര ബാക്കി സിനിമയിലൊന്നും ക്യൂട്ടല്ലേ? നിങ്ങളെ കണ്ടാൽ ഒരു ആൺകുട്ടിയെ പോലെ ഉണ്ട്, അതുകൊണ്ടാണ്. അത് ശരി, മോളെ കണ്ട ഒരു ആൺകുട്ടിയുടെ പോലെ ഉണ്ടെന്നൊക്കെ. ലാലേട്ടൻ ചോദിക്കുന്ന പായസം എവിടെ ഉണ്ട്? പറ്റില്ല. നിങ്ങളല്ല നാട്ടുകാരെന്തായിരിക്കും ഞാൻ ഇപ്പൊ നോക്കിയാൽ നിങ്ങളുടെ അടുത്ത് നാട്ടുകാരല്ലെങ്കിലും കുറെ വിചാരിക്കണ്ടാ. എന്തായിരുന്നു റെഡ് വെൽവെറ്റാ? അവങ്ങളുടെ ടീഷർട്ട് ഉരിച്ചു അണിഞ്ഞൊരുങ്ങി വന്നതാ ലാലേട്ടന്റെ മുമ്പിലിട്ട് ഒരു പേട്ട ടീഷർട്ട് ഇട്ട് കൊടുത്ത അവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ഊരിയപ്പോ സമാധാനായി. എന്നിട്ട് പായസം എവിടെ? പായസം കൊടുത്തിട്ട് അവിടെ കൊടുത്ത അവര് കഴിച്ചിട്ടുണ്ടാവും. ക്രൂ മെമ്പേഴ്സ് അത് കുടിച്ചോ നിങ്ങള്? എന്താ ബസ്മതി റൈസാ? നേരത്തെ പറഞ്ഞ പാലടയാന്ന്, ഇപ്പൊ അരിയായ. എന്താ എക്സ്പ്രഷൻ അൻസിവ, ഇത്ര എക്സ്പ്രഷന്റെ ഒക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഒന്നില്ലെങ്കിലും അപ്പനും മോളൊക്കെ ആയിട്ട് അഭിനയിച്ചതല്ലേ സിനിമയില്? ദേ ഒരാള്. അല്ല, ഇത് നമ്മുടെ ബാലകൃഷ്ണൻ അല്ലല്ലോ, ഇത് നമ്മുടെ വിജയശുദാസല്ലേ? നിങ്ങളുടെ പുതിയ വൈൽഡ് കാർഡ് എൻട്രി ആണ്. വൈൽഡ് കാർഡാ? ഇനി ഇവിടെ ആരും വേണ്ട കണ്ടസ്റ്റൻസ്, ആ വഴി തന്നെ വിട്ടോ. ശ്രീ വിജയ് യേശുദാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് താങ്കൾക്ക് സ്വാഗതം. വിജയ അകത്തിരുന്നെന്തോ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഷൂട്ടിങ് സമയമായി എന്ന് പറഞ്ഞപ്പോ വിജയ പഠിക്കും ഇങ്ങനെ വന്നു. ഇവിടെ ഇരുന്നിട്ട് പാട്ട് പാടാൻ പറഞ്ഞ ഓ അൻസിവ എന്ത് ഈ റെക്കോർഡ് ചെയ്ത പാട്ടിന് ലിപ്സിംഗ് ഒക്കെ പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കഴിവ് തന്നെ. ലാലിസ ഓർമ്മ ഉണ്ട് എനിക്ക്. എന്നാലും ഈ കൈയടിക്കുന്ന സൗണ്ട് കേൾക്കാത്തതേ വല്ലാത്ത അതിശയം തന്നെ. ഇത്തിരി ഓവറല്ലേ സാറേ? ഇങ്ങനെ എക്സ്പ്രഷൻ കൊണ്ട് ആവശ്യമുണ്ടോ നിങ്ങള്? ഇത്രയും ഡാൻസേഴ്സ് നിൽക്കുമ്പോ ജിൻഡോ ചേട്ടൻ അവിടെ സൈഡിൽ നിന്ന് 1 സ്റ്റെപ്പാ. ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ പോവാണ്. അങ്ങനെ വിജയശുദാസിന്റെ കൂടെ അവരവിടെ ആഘോഷിക്കട്ടെ, നമുക്ക് ഇവിടെ എന്തോ ആഘോഷിക്കാനുണ്ട്. പിന്നെ രഞ്ജിനി ജീവനിൽ പേടി ഉണ്ടാവൂലേ? ഏട്ടൻ ഫോണ്ട് എന്നുള്ളത് ലാലേട്ടനോ? ഏട്ടൻ ഫോണ്ടാ? എന്തിന്? അങ്ങനെയാണെങ്കിൽ അത് നമുക്കും നോക്കണമല്ലോ. ഏട്ടൻ ഫോണ്ട് ശരത്ത് ജോയി തന്നെ എഴുതാം. ഹായ്, ലാലേട്ടന്റെ അക്ഷരത്തിൽ നമ്മുടെ പേരെഴുതി. സംഭവം ഇത്തിരി ഓവറൊക്കെ ആണെങ്കിലും കൊള്ളാം, നല്ലൊരു സംഭവമൊക്കെ തന്നെ. പോയി ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമെന്ന് കരുതുന്നു. ഇതാരും ഉപയോഗിക്കാനടേ? ലവ് ലെറ്റർ ഒക്കെ എഴുതണമെങ്കിൽ എനിക്ക് ലാലേട്ടന്റെ ഹാൻഡ് റൈറ്റിംഗിൽ ലവ് ലെറ്റർ എഴുതാൻ. ഓ, ലാലേട്ടന്റെ കൈയക്ഷരത്തിൽ ലവ് ലെറ്റർ എനിക്ക് തന്നെ തരണം. ആ, വേഗം വാങ്ങിക്കില്ല ലാലേട്ടാ, അതിന്റെ കൂടി കുറവുള്ളൂ. കിഷൻ സാർ, ഇപ്പൊ ഇവര് വന്നിട്ടുണ്ട് പുതിയൊരു. പിന്നെ മാതൃഭൂമിയുടെ ആരോ ക്ലബ് എഫ്എമ്മിന്റെ ആരൊക്കെ വന്നിട്ട് എന്തോ നാട്ടുകാരുടെ എന്നൊക്കെ ക്രൗഡായിട്ട് എന്തോ കഥയൊക്കെ വാങ്ങിച്ച് എന്തോ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി ഒരു സിനിമയാക്കിയിട്ട് റേഡിയോ കൂടെ സംപ്രേഷണം ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. എഫേർട്ടാണ്, നമുക്കതൊന്ന് കണ്ടാലോ? അപ്പൊ അതിന്റെ എന്തോ ഒരു ഇനീഷ്യൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലത്തെ ഒരു സീൻ അവർ ആനിമേഷൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. 50 കോടിയാണ് കാണാതായിരിക്കുന്നത്. ഓക്കെ, 50 കോടി കാണാനില്ല. ഇരിഞ്ഞാലക്കുടിയാ? ഹായ്, ലാലേട്ടന്റെ എൻട്രി. എന്താ മോളെ, നല്ല പാട്ടല്ലേ? എന്താ മോളെ? എനിക്ക് 2000 രൂപ പെറ്റി അടിച്ചു.
അപ്പൊ പാർക്കിങ്ങിൽ എന്താ വണ്ടി ഇട്ടു 2000 രൂപ പെറ്റി കൊടുത്തു. ATM ചൂണ്ടിക്കാണിച്ചിട്ട് കാശ് എടുത്തുകൊണ്ട് വരാൻ ആ ക്യാരക്ടർ പറഞ്ഞു, അയ്യോ എന്റെ പൈസ ഇല്ല, ഒന്ന് ATM പോയി എടുക്കട മോനെ. എടുത്ത ബാലൻസ് സ്ലിപ്പ് നോക്കിയത് ATM നിന്നും 2000 എടുത്ത് ബാലൻസ് നോക്കിയപ്പോൾ 50 കോടി അക്കൗണ്ടിൽ. ഈ 50 കോടി എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? 50 പേരുടെ അക്കൗണ്ടിൽ നിന്നും 1 കോടി വെച്ച് നഷ്ടപ്പെട്ട 50 കോടി ലാലേട്ടന്റെ അക്കൗണ്ടിൽ വന്നു. ഈശ്വര, കോടീശ്വരനായ ഞാൻ സ്വപ്നം കണ്ടെങ്ങനെ കിടന്നു. അങ്ങനെ ടെറസിൽ ഇങ്ങനെ സ്വപ്നം കണ്ട് കിടക്കുമ്പോ കോള് വന്ന്. ഗിഫ്റ്റോ? ബർത്ത്ഡേ ഗിഫ്റ്റോ? 50 കോടി എനിക്ക്. ഏജന്റാ? ഏജന്റ് എക്സ് ആണോ? തക 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 തക. ഓ എയ്തൻ കൊള്ളാന്തായാലും. ഇത് നമ്മുടെ പ്രേക്ഷകരിൽ നിന്നും ഐശ്വര്യയിലെ അപ്പൊ മാതൃഭൂമിക്കും ക്ലബ് FM-നും അതേപോലെ തന്നെ ആർക്കൊക്കെയോ പ്രൊമോഷൻസ് കൊടുത്തിട്ടുണ്ട്. ജിൻഡോ ചേട്ടാ, എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കായിരുന്നു. വേറെ ഒന്നുമല്ല, അവര് ഈ ഷോയിലേക്ക് വന്നപ്പോൾ ലാലേട്ടന്റെ കൂടെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തെടുത്ത് ആ പിക്ക് ഫ്രെയിം ചെയ്ത് കൊടുത്ത്. താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡ് ഒന്ന് തീർന്നു കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. അത്രയ്ക്ക് ശോകം എപ്പിസോഡായിരുന്നു. എന്തുവാടേ നിങ്ങൾ ഈ ഡയറക്ടർ ഇവരൊക്കെ എന്തുവാടേ നിങ്ങൾ ഈ കാണിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഇത് ബിഗ് ബോസിന്റെ എപ്പിസോഡാണോ അത് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിൽ ലാലേട്ടന്റെ ഒരു സെഗ്മെന്റിന്റെ എപ്പിസോഡാണ്? ഉള്ളത് പറയാലോ, നല്ല ശോകം അലമ്പ് കച്ചറ എപ്പിസോഡായിരുന്നു. ഇതിന് നൈസായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? എന്തൊക്കെ ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു നമുക്ക് എന്തൊക്കെ ചെയ്യാം മക്കളെ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ഈ എപ്പിസോഡ്. ഇങ്ങനെ വളവാക്കണ്ടായിരുന്നു. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ എവിക്ഷൻ ഉണ്ട്. ഇന്ന് നമുക്ക് ഇങ്ങനെ പിരിയാം. നാളെ എവിക്ഷൻ ഉള്ള ദിവസമാണ്. നമ്മളെല്ലാവരും പ്രഡിക്ട് ചെയ്തതുപോലെ തന്നെ രശ്മിനായിരിക്കും ഔട്ട് എന്നാണ് എന്റെ ഒരു പ്രഡിക്ഷൻ. നമ്മൾക്കും ടാറ്റ ബൈ പറയാം. എപ്പിസോഡ് 74 നമുക്ക് നാളെ കാണാം. അതുവരെ Ta-ta. I'll see you in a bit.